പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതുമായ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്? സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി ഈസ് കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 25 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് റോൾഡ് അപ്പ് ഇൻ ടു എ കോൺ. ഒരു സർക്കിളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കോണ്, ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതെന്താക്കി ഒരു കോണാക്കി മാറ്റുന്ന. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇപ്പൊ ഇതാണ് സർക്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് സർക്കിള്. നോക്കുക, ഇത് സർക്കിൾ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ സെക്ടർ കട്ട് ചെയ്തെടുത്തു. ഇതാണ് സെക്ടർ. ഇതും സെക്ടർ എന്നാണ് പറയാം. രണ്ടും സെക്ടറാണ്. അപ്പൊ സെക്ടർ കട്ട് ചെയ്തെടുത്തിട്ട് എന്താക്കി? ഇതിൽ 216 ഡിഗ്രിയിലാണ് ഈ സെക്ടർ. അപ്പം 180 കൂടുതലാണല്ലോ ഉണ്ടാവുക സെക്ടർ. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്ത് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞത് ഇതാണ്. റേഡിയസ് എന്ന് പറഞ്ഞത് ഈ സർക്കിളിന്റെ സെന്റർ ടു ഇങ്ങോട്ടുള്ള ദൂരാണല്ലോ, ഇതാണ് റേഡിയസ്. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് സെക്ടർ ആക്കി കട്ട് ചെയ്ത് അതിന് ശേഷം ഇത് എന്ത് ചെയ്തു? കോണാക്കി മാറ്റി. അപ്പം റോൾഡ് അപ്പ് ടു എ കോൺ എന്നാണ് പറയുന്നത്. അപ്പൊ കോൺ എന്നൊരു ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്ന് കാണണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം സെക്ടറിന്റെ റേഡിയസ് ഇതാണ്. ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കോണായി. അപ്പൊ ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് സെക്ടറിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പം എപ്പോഴും ഉണ്ടാകുന്ന ചോദ്യമാണ്. അപ്പൊ സെക്ടറിന്റെ റേഡിയസും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞ ഉയരം എന്നാണ് പറയാ. ആ സ്ലാൻഡ് ഹൈറ്റും സെക്ടറിന്റെ റേഡിയസും ഈക്വൽ ആണെന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്തെടുക്കുക. അതാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തത് ഫൈൻഡ് ദ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ. ഈ ഉണ്ടാക്കിയ കോണിന്റെ ബേസ് റേഡിയസ് എത്ര? ഈ കോണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ബേസ് റേഡിയസ് ഉണ്ടാവും. ആ ബേസ് റേഡിയസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിള്, സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിള്, പിന്നെ ഇപ്പൊ ഉണ്ടാക്കിയ ബേസ്, ഈ കോണിന്റെ റേഡിയസ്, അതുപോലെ ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ x/360 ഈക്വൽ ടു സ്മോൾ r/l. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കോണാണ്. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്. ഏത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ്? ഇവിടെ 216. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? പിന്നെ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ കാണണം. ഈ കോണിന്റെ ബേസ് റേഡിയസ് കാണണം. അപ്പൊ അതിന് x/360 ഈക്വൽ ടു r/l എന്ന് എഴുതും. ഇതിനെ പിന്നെ എക്സ് എന്ന് പറഞ്ഞത് സെൻട്രൽ ആംഗിൾ. അപ്പൊ 216/360 ഈക്വൽ ടു r/r കാണിയത്. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കോണാണ്. നമ്മൾ സെക്ടർ ഉപയോഗിച്ചിട്ട് ഒരു കോൺ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ റേഡിയസ് ആണ് സ്മോൾ r നമ്മൾ പിന്നെ എഴുതുന്നത്. അപ്പം r/25 എന്നാവും. അപ്പൊ ഇതിനെ കട്ട് ചെയ്ത് പോകുമ്പോൾ 216ലും 360ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ 72 പോവും. 316ല് 3 ടൈംസ് പോവും. പിന്നെ 360ല് പിന്നെ 5 ടൈംസ് 72 പോവും. അപ്പം അതിൽ നിന്ന് r ഈക്വൽ ടു 3 × 25/5 എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് 6 കാണാം. 25/5 ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 5 എന്നാവും. അപ്പൊ r ഈക്വൽ ടു 3 × 50 എന്നാവും. അപ്പൊ ഈ കേഷൻ x/360 ഈക്വൽ ടു r/l നിങ്ങൾ എന്തായി ഓർത്തുക? അത് വെച്ചിട്ട് ചോദ്യം ഉണ്ടാവും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ ഫൈൻഡ് ദ വോളിയം ഓഫ് ദി കോൺ. കോണിന്റെ വോളിയം കാണാനുള്ള ചോദ്യമാണ്. അപ്പൊ കോണിന്റെ വോളിയം ഏത് കോണിന്റെയും വോളിയം കാണുക എങ്ങനെയാണ്? 1/3 πr²h. അപ്പം 1/3 πr² വെച്ചിട്ട്